മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇഡി അറസ്റ്റ് ചെയ്ത വാർത്തകൾ പുറത്തുവരികയാണ്. ചരിത്രത്തിലാദ്യമായാണ് ഭരണത്തിലിരിക്കെ ഒരു മുഖ്യമന്ത്രിയെ ഇഡി അറസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് തന്നെ അഴിമതിയും കള്ളത്തരവും ആര് കാട്ടിയാലും അത് ഏത് മുഖ്യമന്ത്രിയായാലും ഇഡി അഴിക്കുള്ളിലാക്കുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നതും. ഇത്തരത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് കേരളത്തിലായിരിക്കുമെന്നാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരുന്ന കമന്റുകൾ. അതേസമയം അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കാൻ ഒരുങ്ങുകയാണ് ഇഡി. കസ്റ്റഡിയിൽ വേണമെന്ന് തുടർന്ന് ആവശ്യപ്പെടും. മദ്യനയ അഴിമതിയുടെ മുഖ്യ കണ്ണിയായി പ്രവർത്തിച്ചത് അരവിന്ദ് കെജ്രിവാൾ ആണെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇതിനിടെ താൻ ജയിലിലാണെങ്കിലും കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് തന്നെ തുടരുമെന്നും ഭരിക്കുമെന്നും തന്നെ ആം ആദ്മി പ്രഖ്യാപിക്കുകയാണ്. അതായത് ഇത്തരത്തിലൊരു അസാധാരണമായ സാഹചര്യമാണ് ഡൽഹിയിൽ ഉരുത്തിരിയാൻ പോകുന്നത്. മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിനെ ഇഡി അറസ്റ്റ് ചെയ്യുമെന്ന് നേരത്തെ തന്നെ AAP പ്രതീക്ഷിച്ചിരുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. അതായത് 9 തവണ ഇഡിയുടെ സമൻസ് ഒഴിവാക്കിയ സാഹചര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ല എന്നത് ഇവർക്ക് വ്യക്തമായിരുന്നു. 2 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ തന്നെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റ് തടയണമെന്ന ഹർജി വ്യാഴാഴ്ച ഡൽഹി ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെ കെജ്രിവാളിന്റെ വീട്ടിൽ 12 അംഗ ഇഡി സംഘം സെർച്ച് വാറണ്ടുമായി എത്തിയിരുന്നു. കെജ്രിവാളിന് അറസ്റ്റിൽ നിന്നും ഇടക്കാല സംരക്ഷണം നൽകാനാകില്ലെന്ന് ഡൽഹി ഹൈക്കോടതി അറിയിക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ വസതിയിൽ ഇഡി സംഘം എത്തുന്നത്. തുടർന്ന് 2 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു. ഇതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതായത് ഇഡി തുടർച്ചയായി അയക്കുന്ന സമൻസുകൾക്ക് എതിരെയാണ് കെജ്രിവാൾ കോടതിയേക്ക് സമീപിച്ചതും. കേസ് പരിഗണിച്ച ജസ്റ്റിസുമാരായ സുരേഷ് കുമാർ കേറ്റം, മനോജ് ജെയിനും അടങ്ങുന്ന ബെഞ്ച് അദ്ദേഹത്തിന്റെ ഹർജി ഏപ്രിൽ 22-ന് വാദം കേൾക്കുമെന്നും അറിയിച്ചിരുന്നു. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 9 സമൻസുകളാണ് ഇഡി ഇതുവരെ അയച്ചത്. എന്നാൽ ഇഡിക്ക് മുന്നിൽ ഹാജരാകാൻ ഇതുവരെ തയ്യാറായിരുന്നില്ല. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇഡി 9ാമത്തെ സമൻസ് അയച്ചതും. ഇതിന് പിന്നാലെയാണ് അദ്ദേഹം ഇഡിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത കെജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇഡി കോടതിയെ സമീപിച്ചതും. ഡൽഹി മദ്യനയ കേസിന്റെ കുറ്റപത്രത്തിൽ പലതവണ കെജ്രിവാളിന്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇഡി പറയുന്നത്. 2021-22 മദ്യനയത്തിന്റെ രൂപവൽക്കരണ സമയത്തും കേസിലെ പ്രതികൾ കെജ്രിവാളുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്നും ഇഡി പറയുകയാണ്. കേസുമായി ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടി നേതാക്കളായ മനീഷ് സിസോദിയ, സഞ്ജയ് സിംഗ്, പാർട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ ഇൻചാർജ് വിജയ് നായർ, ചില മദ്യ വ്യവസായികൾ എന്നിവരെ ഇഡി നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. തെലങ്കാനയിലെ BRS നേതാവ് കെ കവിതയും ഇക്കഴിഞ്ഞ ആഴ്ച ഇഡി അറസ്റ്റ് ചെയ്തിരുന്നു. കെജ്രിവാളും സിസോദിയയും ഉൾപ്പെടെയുള്ള AAP നേതാക്കളുമായി ചേർന്ന് കവിത ഗൂഢാലോചന നടത്തിയെന്നാണ് ഇഡി പറയുന്നത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും ഉൾപ്പെടെ ആം ആദ്മി പാർട്ടിയുടെ ഉന്നത നേതാക്കളുമായാണ് കെ കവിത ഗൂഢാലോചന നടത്തിയെന്നാണ് ഇഡി ചൂണ്ടിക്കാണിക്കുന്നത്. അഴിമതിയും ഗൂഢാലോചനയും വഴി മൊത്ത കച്ചവടക്കാരിൽ നിന്നും കൈക്കൂലിയുടെ രൂപത്തിൽ അനധികൃതമായ ഫണ്ടുകൾ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി കവിത സ്വരൂപിച്ചെന്നാണ് ഇഡി ആരോപിക്കുന്നതും. ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട കേസിൽ ഡൽഹി, ഹൈദരാബാദ്, ചെന്നൈ, മുംബൈ തുടങ്ങി രാജ്യത്തുടനീളമുള്ള 245 സ്ഥലങ്ങളിൽ ഇഡി പരിശോധന നടത്തിയിരുന്നു. ആം ആദ്മി പാർട്ടി നേതാക്കളായ മനീഷ് സിസോദിയ, സഞ്ജയ് സിംഗ്, വിജയ് നായർ എന്നിവരടക്കം 15 പേരാണ് കേസിൽ ഇതുവരെ അറസ്റ്റിലായത്. കേസിൽ ഒരു പ്രോസിക്യൂഷൻ പരാതിയും 5 അനുബന്ധ പരാതികളടക്കം ഇഡി ഫയൽ ചെയ്തിരിക്കുകയാണ്. കേസിന്റെ ഭാഗമായി ഇതുവരെ 128.79 ലക്ഷം രൂപയുടെ സ്വത്ത് കണ്ടെത്തിയതായും അന്വേഷണ ഏജൻസി അറിയിച്ചിരിക്കുകയാണ്. അതായത് ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് മാർച്ച് 15 വെള്ളിയാഴ്ചയായിരുന്നു BRS നേതാവ് കെ കവിതയെ അറസ്റ്റ് ചെയ്തത്. കവിതയുടെ ഹൈദരാബാദിലെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയതിന് പിന്നാലെയായിരുന്നു അറസ്റ്റും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.